വിശ്വാസിയുടെ ദിനചര്യകൾ എന്ന വിഷയം. ഒരു വിശ്വാസി ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം, മാ ഖലഖനസ് സമാവാതി വൽ അർള് വമാ ബൈനഹുമാ ലഅബീൻ മാ ഖലഖനാഹുമാ ഇല്ലാ ബിൽ ഹഖ്. അല്ലാഹു പറയുന്നുണ്ട്, വമാ ഖലഖനസ് സമാവാതി വൽ അർള് വമാ ബൈനഹുമാ ലഅബീൻ. ഈ ലോകത്ത് നമ്മൾ ഒന്നും കളിതമാശയായി പടച്ചിട്ടില്ല എന്ന് പറയും. ഒന്നും അല്ലാഹു കളിക്കും തമാശക്കും പടച്ചത്. വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ് വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅബ്ദൂൻ. നമ്മൾ ഇവിടെ വന്നത് ആരാധിക്കാൻ വേണ്ടിയാ. ഒന്ന്. രണ്ടാമത് അദ്ദുനിയാ മസ്റഅത്തുൽ ആഖിറ. ഖാല റസൂലുള്ളാഹി. ഇത് മസ്റഅയാണ്. മസ്റഅ എന്ന് പറഞ്ഞാൽ ഫീൽഡ്, വയല്. ദുനിയാ മസ്റഅത്തുൽ ആഖിറ. നമ്മൾ വിളവുണ്ടാക്കാൻ വേണ്ടി വന്നതാ, കൃഷി ചെയ്യാൻ വേണ്ടി വന്നതാ. ദുനിയാ മസ്റഅത്തുൽ ആഖിറ. കൃഷി ചെയ്യാൻ വേണ്ടി വന്നതാണ് നമ്മൾ ഇവിടെ. എൻ്റെ ഒരു ബന്ധുവായ ഒരു ഉമ്മ ഇന്നലെ, ഒരു വല്യമ്മ ഇന്നലെ രാവിലെ 10:30 മണിക്ക് കലിമ ചൊല്ലി മരിച്ചു. അള്ളാഹു അവർക്ക് മഗ്ഫിറത്ത് ചെയ്യട്ടെ. അതൊക്കെ ഞാൻ പരിപാടി കഴിഞ്ഞ് ഇന്നപ്പോൾ ഉമ്മ അവിടെ പോയി എല്ലാം കഴിഞ്ഞ് മയ്യത്ത് മറവിത് ഉമ്മ വന്നിട്ടുണ്ട്, ആ വീട്ടിൽ നിന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ ഉമ്മ അതിൻ്റെ ഒരു കൗതുകം തോന്നിയപ്പോൾ എനിക്കും കൊതിച്ചുപോയി, പടച്ചോനെ ആ ആള് ഞാനായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. അള്ളാഹു സുബ്ഹാനഹു വലിയ നല്ലൊരു സ്ത്രീയായിരുന്നു, വലിയൊരു സദഖ ചെയ്യുന്ന ഒരു സ്ത്രീയും, നല്ലൊരു ഉന്നത ധനാഢ്യയും, അതോടുകൂടെ തന്നെ നല്ല ഒരു സദഖ ചെയ്യുന്ന സ്ത്രീയും, വലിയൊരു ആബിദത്തും ഒരു ആലിമിൻ്റെ ഭാര്യയും ഒക്കെ ആയിരുന്നു. വലിയൊരു മഹദിയായിരുന്നു. അള്ളാഹു അവർക്ക് മഗ്ഫിറത്ത് ചെയ്യട്ടെ. ചില മരണങ്ങളൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് കൊതി വരും, പടച്ചോനെ ഞാനതായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. എന്നോട് ഒരു ചെറുപ്പക്കാരൻ പറഞ്ഞിട്ടുണ്ട്, കഴിഞ്ഞ കൊല്ലം അയാൾ ഹറമിൽ തറാവീഹ് നിസ്കരിക്കുമ്പോൾ തൊട്ടടുത്ത് നിൽക്കുന്ന ഒരു മനുഷ്യൻ തറാവീഹ് തുടങ്ങിയപ്പോൾ തന്നെ അയാൾ കരയൽ തുടങ്ങിയിട്ടുണ്ട്. എന്നോട് ഈ ഇരിക്കുന്ന നമ്മളെ കൂട്ടത്തിലെ ഒരു ചെറുപ്പക്കാരൻ പറഞ്ഞിട്ടുണ്ട്, നമ്മളെ ക്ലാസ്സിന് വരുന്ന ഒരാൾ, തറാവീഹ് തുടങ്ങിയപ്പോൾ തന്നെ ഇയാളെ കരയൽ തുടങ്ങിയിട്ടുണ്ട്. വിത്തറിന്റെ നമസ്കാരം നടന്നുകൊണ്ടിരിക്കുമ്പോൾ അയാൾ വീണു, അപ്പോൾ മരിക്കുകയും ചെയ്തു. നാടൻ ഒരു കറുത്ത ഒരു മനുഷ്യൻ ഈ ചെറുപ്പക്കാരനോട് പറഞ്ഞു, ആ മരിച്ച ആൾ ഞാനായിരുന്നെങ്കിൽ എന്ന് ഞാൻ കുടിച്ചുപോയി. അത് കുടിക്കും. കാരണം അദ്ദുനിയാ മസ്റഅത്തുൽ ആഖിറ. ഇത് മസ്റഅയാണ്, നമ്മൾ കൃഷി ചെയ്യാൻ വേണ്ടി വന്നതാ. ഒന്ന്, ഒരാൾ ഇദാ അമില അമല ഖൈറിൻ, ഒരാൾ ഒരു ഖൈറായ അമൽ ചെയ്യുകയും ഫമാത ഫീഹി, ആ ഖൈറായ അമലിൽ മരിച്ചു പോവുകയും ചെയ്താൽ അത് അയാളുടെ അവസാനത്തിന്റെ നന്മയുടെ തെളിവാകുന്നു. നല്ലത് ചെയ്തുകൊണ്ട് മരിച്ചു പോവുക, വഅള് പറയുക, അല്ലെങ്കിൽ വഅള് കേൾക്കുക, അല്ലെങ്കിൽ ഒരു അമൽ ചെയ്യുക, നിസ്കരിക്കുക, നോമ്പ് വെൽക്കുക. അല്ലാഹു നല്ല പോലെ നമ്മളെ മരിപ്പിച്ചേരട്ടെ. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, അമൽ പറയാൻ പോവുകയാണ്, കഴിഞ്ഞ കൊല്ലം പറഞ്ഞ് തീരാത്തത് പറയാം, അതിന്നും തീരൂല, അടുത്ത കൊല്ലം പറയേണ്ടി വരും. അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. വളരെ ഗൗരവമുള്ള വിഷയം. ഇതൊക്കെ അല്ലാഹു നമ്മൾ എന്തിനു വേണ്ടിയാ? നമ്മൾ ഇവിടെ കല്യാണം കഴിക്കാൻ വേണ്ടി വന്നവരല്ല, വന്നപ്പോൾ കല്യാണം കഴിച്ചതാണ്. ഈ കല്യാണം കഴിച്ചതിന്റെ ലക്ഷ്യവും കല്യാണവും അല്ല. അതാ വലിയ രസം. എന്തിനാ കല്യാണം കഴിച്ചത്? എന്തിനാ കല്യാണം കഴിക്കേണ്ടത്? ഹബീബായ നബി പറഞ്ഞു, തനാസലു തനാകഹു തനാസലു തകാസറു. കല്യാണം കഴിക്കുവേൻ, അതിമിതമാ കൂടുതൽ കൂടുതൽ മക്കളെ ഉണ്ടാക്കാൻ ശ്രമിക്കുവേൻ. ഫഇന്നി ഉബാഹി ബികുമുൽ ഉമമ യൗമൽ ഖിയാമ. നിങ്ങൾ ഓരോരുത്തരും കൂടുതൽ കൂടുതൽ മക്കളെയും കൊണ്ട് വരുമ്പോൾ എനിക്ക് അന്ത്യനാളിൽ അഭിമാനം പറയാം, എൻ്റെ ആളുകൾ വരുന്നു എന്ന് പറയാം. നിങ്ങളൊക്കെ നമുക്കൊന്ന് എന്ന് പറഞ്ഞുകൊണ്ടിരുന്നാൽ എനിക്ക് അഭിമാനം പറയാൻ ആളുണ്ടാവില്ല. അതുകൊണ്ട് തനാസലു തനാകഹു തനാസലു തകാസറു, പരമാവധി. അത് ഒരു പക്ഷേ ഇത് കേൾക്കാൻ പാടില്ലാത്ത ആളുകൾ തിരുവനന്തപുരത്ത് കുറച്ച് ആളുണ്ടാവും, അത് നമ്മൾ നോക്കണം. ഈ ഭൂമിയുടെ സന്തുലിതത്തിന് അപ്പുറം ആളുകളെന്നും അള്ള ഈ ഭൂമിയിലേക്ക് പടക്കൂല. അങ്ങനെ മനസ്സിലാക്കണം. ഈ ഭൂമിക്ക് ഒരു കപ്പാസിറ്റി, ആ കപ്പാസിറ്റി നിയന്ത്രിക്കുന്ന ആൾ അച്യുതാനന്ദനല്ല. ആരാണ്? അല്ലാഹു. അതേ മനസ്സിലാക്കണം. ശ്രദ്ധിക്കണം കേട്ടോ, എല്ലാരും മനസ്സിലാക്കണം. അത് ഇവരൊക്കെ വിചാരിക്കണം ഇവരാണ് ഇതിന്റെ കപ്പാസിറ്റി നിയന്ത്രിക്കണം. അല്ല, അതാരുമല്ല. വമാ മിൻ ദാബത്തിൻ ഫിൽ അർള് ഇല്ലാ അലല്ലാഹി റിസ്ഖുഹാ വയഅലമു മുസ്തഖറഹാ വമുസ്തൗദഅഹാ വമതാഅൻ ഇലാഹീൻ. ഇവിടെ ആര് ജനിച്ചാലും അവർക്ക് ഭക്ഷണം കൊടുക്കാൻ അള്ളാന്റെ കയ്യിൽ ഉണ്ട്, കൊടുക്കും.
പക്ഷെ അത് മറ്റുള്ളവർ ചൂഷണം ചെയ്ത് കട്ടുകൊണ്ടുപോകുമ്പോൾ നാട്ടിൽ ദരിദ്രം ഉണ്ടാവുക. അല്ലെങ്കിൽ ഈ ഭൂമിയിൽ എല്ലാവർക്കും സമൃദ്ധിയായി കഴിക്കാനുള്ള ഭക്ഷണം ഈ നാട്ടിൽ, ഈ ലോകത്ത് ഉണ്ട്, എല്ലാം ഉണ്ട്. നമ്മൾ ചിന്തിക്കണം, വളരെ ആലോചിക്കണം. അതുകൊണ്ട് വളരെ ചിന്തിക്കണം. എല്ലാത്തിന്റെ ലക്ഷ്യം, വിവാഹത്തിന്റെ ലക്ഷ്യം, മക്കളുണ്ടായതിന്റെ ലക്ഷ്യം, എല്ലാ ലക്ഷ്യവും എല്ലാത്തിന്റെ ലക്ഷ്യവും പരലോകമാണ്. അവിടെ വിജയിക്കലാണ്. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. കഴിഞ്ഞ കൊല്ലം പറയാത്ത വിഷയത്തിലേക്ക് കിടക്കുകയാണ്. ആ ഭാഗത്തെക്കുറിച്ച് തന്നെ സ്പർശിച്ചു വരികയാണ്. പറയാത്ത കാര്യം നോക്കൂ. നിങ്ങൾ ഒരാൾ അതിരാവിലെ എണീറ്റാ പറയേണ്ട കാര്യം, അതിരാവിലെ എന്ന് അതിന് അർത്ഥവുമില്ല. അൽഹംദുലില്ലാഹില്ലദീ അഹ്യാന ബഅദമാ മാതനാ വഇലൈഹിൻ നുശൂർ. ഇത് എപ്പോഴും പറയാം. അപ്പോൾ അസ്ബഹന പറയാനായിട്ടുണ്ടാവില്ല. തിരിഞ്ഞില്ല. അസ്ബഹന എന്ന് പറയേണ്ടത് പ്രഭാതം പൊട്ടിവിടർന്നതിന് ശേഷമാണ്. ഫജ്ർ സാദിഖ് വെളിവായതിന്റെ സുബഹിന്റെ നേരമാണ്. എണീക്കുമ്പോൾ പറയേണ്ട അൽഹംദുലില്ലാ ജഗന്നിയന്താവേ സർവാധിപതിയെ, നിനക്ക് തന്നെ സർവസ്തുതിയും. അഹ്യാന, ജീവൻ തിരിച്ചു തന്നില്ലേ. ബഅദമാതന, എന്നെ മരിച്ചു കിടത്തിയതിനു ശേഷം ഞാൻ മരിക്കരുത്, ഇപ്പോൾ വീണ്ടും ജീവിതം തിരിച്ചു നൽകി. ഇലൈഹിൻ നുശൂർ, അവനിലേക്കാണ് എന്റെ തിരിച്ചു യാത്ര എന്ന് പറയേണ്ടതാകുന്നു. അവനിലേക്കാണ് ഞാൻ മടങ്ങിപ്പോകേണ്ടത്. ഈ വാക്ക് പറയേണ്ടത് സുബഹിക്കൊന്നുമല്ല. ഉറങ്ങിക്കിടന്നിട്ട് എണീക്കുന്ന അന്നത്തെ കർമ്മങ്ങൾക്ക് വേണ്ടി എണീക്കുന്ന ആദ്യത്തെ സന്ദർഭത്തിൽ ആണത് പറയേണ്ടത്. ശ്രദ്ധിക്കണം. സുബഹിയായില്ലെങ്കിലോ, സുബഹിയായില്ലെങ്കിൽ സുബഹിയുടെ പറയേണ്ടത് സുബഹിയായി എന്നിട്ട് പറയേണ്ടത് സുബഹിയായിട്ട് പറഞ്ഞാൽ മതി. അപ്പോൾ തന്നെ പറയേണ്ട ചില അമലുകളുണ്ട്. ഒന്നാമത്തത് മിൻ ആഖിരി സൂറത്തി ആലി ഇംറാൻ. ആലി ഇംറാന്റെ അവസാന ഭാഗം മുതൽ സുന്നത്താണ്. എല്ലാ ദിവസവും രാവിലെ. ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർളി വഖ്തിലാഫിൽ ലൈലി വൻ നഹാർ ലആയാതിൽ ലിഉലിൽ അൽബാബ് അല്ലദീന യദ്കുറൂനല്ലാഹ ഖിയാമൻ വഖുഊദൻ വഅലാ ജുനൂബിഹിം ويتفكرون في خلق السماوات والأرض ربنا ما خلقت هذا باطلا سبحانك فقنا عذاب النار ربنا إنك من تدخل النار فقد أخزيته وما للظالمين من أنصار ربنا إننا سمعنا مناديا ينادي للإيمان أن آمنوا بربكم فآمنا ربنا فاغفر لنا ذنوبنا وكفر عنا سيئاتنا وتوفنا مع الأبرار ربنا وآتنا ما وعدتنا على رسلك ولا تخزنا يوم القيامة إنك لا تخلف الميعاد فاستجاب لهم ربهم أني لا أضيع عمل عامل منكم من الذكر أو أنثى بعضكم من بعض فالذين هاجروا وأخرجوا من ديارهم وأوذوا في سبيلي وقاتلوا وقتلوا لأكفرن عنكم سيئاتهم ولأدخلنهم جنات تجري من تحتها الأنهار ثوابا من عند الله والله عنده حسن الثواب لا يغرنك تقلب الذين كفروا في البلاد لكن الذين اتقوا ربهم لهم جنات تجري من تحتها الأنهار خالدين فيها نزلا من عند الله وما عند الله خير للأبرار لمن يؤمن بالله وما أنزل إليكم وما أنزل إليهم خاشعين لله لا يشترون بآيات الله ثمنا قليلا أولئك لهم أجرهم عند ربهم إن الله سريع الحساب يا أيها الذين آمنوا اصبروا وصابروا ورابطوا واتقوا الله لعلكم تفلحون. ഇത്തരം ആയത്തുകൾ അതുകൊണ്ട് വിശദീകരിക്കുന്നില്ല. ഇത് എണീറ്റാൽ ഉടനെ ഇതിന് സുബഹിയായിക്കൊള്ളമെന്നില്ല. സുബഹിയായാലും തെറ്റില്ല. ആ എണീറ്റാൽ ഉടനെ അൽഹംദുലില്ലാഹില്ലദീ അഹ്യാന ബഅദമാ മാതനാ വഇലൈഹിൻ നുശൂർ എന്ന് പറഞ്ഞതിന് ശേഷം ഇന്ന ഫീ ഖൽഖിസ് സമാവാത്ത് മുതലുള്ള ആ ഭാഗം ഓടുക. ഇത് പ്രധാനപ്പെട്ട സുന്നത്താവുന്നു. ശ്രദ്ധിക്കണം.
അതേപോലെ തന്നെ സുബഹിയായാൽ സുബഹിയുടെ നേരത്ത് പറയേണ്ട പ്രധാനപ്പെട്ട ഒരു രണ്ട് കാര്യം ഞാൻ കഴിഞ്ഞ കൊല്ലം പറഞ്ഞിരുന്നു. ഏത്? അസ്ബഹ്നാ വ അസ്ബഹൽ മുൽക്കു ലില്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വ ലഹുൽ ഹംദു യുഹീ വ യുമീതു. ഇന്നത് ചൊല്ലി എണീറ്റ ആളുകൾ, ഇന്നത് ചൊല്ലി സുബഹിക്ക് ചൊല്ലിയവരൊന്നും കയ്യൊക്കി. അൽഹംദുലില്ലാഹ്, എത്ര കുറച്ച് ആളുകളാണുള്ളത്, എത്ര കുറച്ച് ആളുകളാണുള്ളത്. ഒരു അമൽ ചെയ്യുന്ന കാര്യം ഇന്ന് ഇവിടുന്ന് പാർണസ്ഥാനോട് പറഞ്ഞു നോക്കി, എല്ലാവരും തലയെ കെട്ട് തൊപ്പി കാണുന്നുണ്ട്. ഈ മനുഷ്യന്മാർ ഒറ്റ ജുമാക്ക് വന്നാൽ തലയെ കെട്ടൂല. ഇവിടെ ഇരുന്ന് എന്നോട് പറഞ്ഞു. എന്നാൽ ജുമാക്ക് വരുമ്പോൾ തലയെ കെട്ടുന്ന ആളുകളുടെ മേൽ മലായിക്കത്ത് ഇസ്തിഗ്ഫാർ ചെയ്യുമെന്ന് സ്വഹീഹ് ഹദീസാണ്. ശരിക്കും ജുമാക്ക് തലയെ കെട്ടി പോകുന്ന ആൾ മുണ്ട്, ഒരു തലപ്പാവ് എന്തെങ്കിലും ജുമാക്ക് പോയ ആളുകളുടെ മേൽ, അവരെ വീട്ടിൽ നിന്നിറങ്ങിയാൽ ജുമാ കഴിഞ്ഞവരെ മലക്കുകൾ അവരെ മേൽ ഇസ്തിഗ്ഫാർ ചെയ്യും. എത്ര പ്രധാനപ്പെട്ട ഹദീസാണ് അതൊക്കെ. ഗസാലിമാം അതൊക്കെ അങ്ങനെ പറഞ്ഞിട്ട് എത്രയാ പറഞ്ഞിട്ടുള്ളത്. ഒരാൾ ചെയ്യൂല. ചിന്തിക്കണം കേട്ടോ, ഇതിലൊക്കെ വലിയ പാടുണ്ട്. ഇവിടെ ഇരുന്നപ്പോൾ പറഞ്ഞു, നിങ്ങൾ നോക്ക് റഹ്മത്തുള്ളാഹി ഒന്നങ്ങോട്ട് നോക്ക്, എല്ലാ ഭാഗം അവസാനം വരെ ആളുകൾ നല്ല തൊപ്പിയോ തലയെക്കെട്ടോ ഇല്ലാത്ത ആളുകളെ കാണില്ല, ഒക്കെ അങ്ങനെയാണല്ലോ ഇരിക്കുന്നത്. ഈ ഒരൊറ്റ കൗമിന് നമ്മൾ പള്ളിയിൽ വരുമ്പോൾ ഇത് കാണില്ലല്ലോ എന്ന്. പള്ളിയിൽ വെള്ളിയാഴ്ച ജുമാക്ക് വന്നാൽ നേരെ വെക്കാൻ തലിതല്ല അമത്തും ഇവിടെ തലയെക്കെട്ടിൽ മോശം നല്ല അതിന്റെ അർത്ഥം കേട്ടോ. ഇവിടുത്തെ തലയെ കൊണ്ടും കൂടി എടുത്ത് ഒഴിവാക്കണം എന്നല്ല പറഞ്ഞതിന്റെ അർത്ഥം. പറഞ്ഞാ അതും വേണ്ടെന്ന് വിചാരിക്കണ്ട. അടിമപ്പെണ്ണ ഉടമയെ പ്രസവിക്കുക എന്നത് അന്ത്യനാളിന്റെ അടയാളം. അതായത് ഇൻഖിലാബുൽ ഉമൂർ, കാര്യങ്ങൾ അട്ടിമറിയാം. എല്ലാരും അത് ചെല്ലണം. നീ കേട്ടോളൂ, വേറെ ഒരു ഹദീസ്. അതിരാവിലെ നരകമോചിതനാകാൻ താല്പര്യമില്ലേ? ഇല്ലേ? അതിരാവിലെ നരകമോചിതനാകാൻ തുർമദി അബൂദാവൂദ് ഒക്കെ ഹദീസ് രേഖപ്പെടുത്തിയിട്ട് പ്രഗൽഭമാണ്. ഹബീബായ നബി പറയാ, ഒരാൾ ഇദാ അസ്ബഹ ഫഖാല ഹീന യുസ്ബിഹു ഔ ഹീന യുംസി, ഒരാൾ രാവിലെയോ വൈകുന്നേരമോ പറഞ്ഞാൽ എന്ത്? അല്ലാഹുമ്മ ഇന്നി അസ്ബഹതു ഉശ്ഹിദുക ഉശ്ഹിദു ഹമലത അർശിക വ മലായികതക വ ജമീഅ ഖൽഖിക അന്നക അൻതല്ലാഹു ലാ ഇലാഹ ഇല്ലാ അൻത വ അന്ന മുഹമ്മദൻ അബ്ദുക വ റസൂലുക എന്നൊരാൾ ഒരു തവണ പറഞ്ഞാൽ, ഒന്നും കൂടി ഞാൻ പറഞ്ഞുതരാം. اللهم إني أصبحت أشهدك وأشهد حملة عرشك وملائكتك وجميع خلقك أنك أنت الله لا إله إلا أنت وأن محمدا عبدك ورسولك എന്നൊരാൾ ഒരു തവണ പറഞ്ഞാൽ അഅതഖല്ലാഹു റുബ്അഹു മിനന്നാർ, അയാളെ നാലിലൊരു ഭാഗം അല്ലാഹു നരകത്തിൽ നിന്ന് മോചിപ്പിക്കുന്നതാണ്. ഇതൊരാൾ രണ്ട് തവണ പറഞ്ഞാലോ അയാളെ പകുതി ഭാഗം അല്ലാഹു നരകത്തിൽ നിന്ന് മോചിപ്പിക്കുന്നതാണ്. ഇതൊരാൾ മൂന്ന് തവണ റബ്ബിനോട് പറഞ്ഞാൽ അയാളെ നാലിൽ മൂന്ന് ഭാഗം അല്ലാഹു നരകത്തിൽ നിന്ന് മോചിപ്പിക്കുന്നതാണ്. ഇതൊരാൾ നാല് തവണ പറഞ്ഞാൽ അബൂദാവൂദും തുർമദിയും ഈ ഹദീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. പ്രഗൽഭ സുന്നത്താണ്. അല്ലാഹുമ്മ ഇന്നി അസ്ബഹതു, അല്ലാഹുവേ എനിക്ക് പ്രഭാതം വന്നുവല്ലോ, വൈകുന്നേരമായാലോ അല്ലാഹുമ്മ ഇന്നി അംസൈതു, സീന് രാവിലെ അസ്ബഹതു, വൈകുന്നേരമായാൽ അംസൈതു, വൈകുന്നേരം വന്നു. അപ്പൊ പറയാം രാവിലെ അസ്ബഹതു, വൈകുന്നേരം അംസൈതു. ശ്രദ്ധിക്കട്ടോ, വളരെ പ്രധാനപ്പെട്ടതാണ്, വളരെ പ്രധാനപ്പെട്ടതാണ്. ഉശ്ഹിദുക, ഞാൻ നിന്നെ സാക്ഷിയാക്കുന്നു, നിന്റെ അർശിന്റെ സിംഹാസനം വഹിച്ചുകൊണ്ടിരിക്കുന്ന മലക്കുകളെ സാക്ഷിയാക്കുന്നു, നിന്റെ മലക്കുകളെയും സാക്ഷ്യപ്പെടുത്തി പറയുന്നു, നിന്റെ സകല ചരാചരങ്ങളെയും സൃഷ്ടികളെയും എല്ലാം സാക്ഷ്യപ്പെടുത്തി പറയുകയാണ്, സമ്മതിക്കുകയാണ്, പ്രഖ്യാപിക്കുകയാണ്. അന്നക അൻതല്ലാഹു ലാ ഇലാഹ ഇല്ലാ അൻത, നീ അല്ലാഹുവാണ്, നീ അല്ലാതെ ഒരു അധികാരിയും നീ അല്ലാതെ ഒരു ആരാധ്യനും ഇല്ലേ ഇല്ല, ഞാൻ സമ്മതിക്കുന്നു എന്ന് ഭയങ്കര പ്രഖ്യാപന. അന്ന മുഹമ്മദൻ അബ്ദുക വറസൂലുക, നിന്റെ അടിമയായ ഹബീബായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിന്റെ പ്രത്യേക ദാസനാണെന്നും റസൂലാണെന്നും ഞാനിതാ അംഗീകരിക്കുന്നു എന്ന് നാല് തവണ ഒരാൾ പറഞ്ഞാൽ, ചില കാര്യത്തിലൊന്ന് മൂന്ന് ഒഴിവാക്കിയിട്ട് നാല് പറയുന്ന രംഗങ്ങളുടെ ആ ഭാഗത്ത് ഇനിയും വരും. നാല് തവണ പറഞ്ഞാൽ നരകത്തിൽ നിന്ന് പൂർണ്ണമായും അയാളെ മോചിപ്പിക്കുമെന്ന് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു നാഫിയ ഇൽമിനെ തരട്ടെ.
പള്ളിയിലേക്ക് ഒരാൾ ഇറങ്ങിപ്പോവുകയാണെങ്കിൽ പള്ളിയിലേക്കുള്ള നടത്തത്തിൽ ചെയ്യേണ്ട അമൽ ബഹുമാനപ്പെട്ട ഹബീബ് റസൂലുള്ളാഹി പഠിപ്പിക്കുന്നു. اللهم إني أسألك بحق السائلين عليك وبحق الراغبين إليك وبحق ممشاي هذا إليك فإني لم أخرج عشرا ولا بطرا ولا رياء ولا سمعا بل خرجت اتقاء سخطك وابتغاء مرضاتك فأسألك أن تنقذني من النار وأن تغفر لي ذنوبي فإنه لا يغفر الذنوب إلا أنت. ഇതൊരാൾ പള്ളിയിലേക്കുള്ള നടത്തത്തിൽ ചെല്ലിയാൽ, നമസ്കാരത്തിലേക്കുള്ള നടത്തത്തിൽ ചെല്ലിയാൽ, ഉളു ചെയ്ത പെണ്ണ് നമസ്കാരപ്പായിലേക്ക് നടന്നു പോകും പറ്റില്ല. അതേപോലെ തന്നെ മനസ്സിലാവണില്ലേ പറഞ്ഞത്? പെണ്ണുങ്ങൾക്ക് ഈ സുന്നത്തില്ലല്ലോ എന്ന് വിചാരിക്കണ്ട. നമസ്കാരപ്പായിലേക്ക് നടന്നു പോകുന്ന പെണ്ണ്, ഉളു ചെയ്ത് നമസ്കാരപ്പായിലേക്ക് നടന്നു പോകുന്ന പെണ്ണ്, അല്ലെങ്കിൽ അതേപോലെ തന്നെ പള്ളിയിലേക്ക് നടന്നു പോകുന്ന ആളുകൾ ഇത് ചെല്ലിയാൽ അവരെ ദോഷം പൊറുക്കുമെന്ന് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്താ അർത്ഥം? അല്ലാഹുവേ ഇന്നി ഞാനിതാ അസ്അലുക നിന്നോട് ചോദിക്കുകയാണ്, ബിഹഖ് സായിലീന അലൈക നിന്നോട് ഇതുവരെ ചോദിച്ചവരുടെ എല്ലാ ഹക്ക് കൊണ്ടും നിന്നോട് ചോദിക്കുന്നു. വബിഹഖ് റാഗിബീന ഇലൈക നിന്നിലേക്ക് ആഗ്രഹിച്ചു വന്ന എല്ലാവരുടെയും ഹക്ക് കൊണ്ട് ഞാനിതാ ചോദിക്കുന്നു. വബിഹഖ് മംശായ ഇലൈക എന്റെ ഈ നടത്തം കൊണ്ടും ഞാൻ നിന്നോട് ചോദിക്കുന്നു. എല്ലാ ആബിദീങ്ങളെ ഫദ്ല് ബറക്കത്ത് കൊണ്ടും എന്റെ ഈ നടത്തത്തിന്റെ ബറക്കത്ത് കൊണ്ടും ചോദിക്കുകയാണ്. ഫഇന്നീ ലം അഖ്റുജ അശറൻ വലാ ബത്റൻ വലാ റിയാഅൻ വലാ സുംആ ഞാനൊരു നാശത്തിന് വേണ്ടിയോ, വലാ ബത്റൻ ഒരു അഹങ്കാരത്തിന് വേണ്ടിയോ, വലാ റിയാഅൻ ഒരു ലോകമാന്യത്തിന് വേണ്ടിയോ, വലാ സുംഅതൻ ഒരു പ്രശസ്തിക്ക് വേണ്ടിയോ ഇറങ്ങി വന്നതല്ലല്ലോ. ബൽ ഖറജതു ഇത്തിഖാഅ സുഖ്തിക നിന്റെ കോപത്തെ ശമിപ്പിക്കാൻ വേണ്ടിയും കോപത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഇറങ്ങിയതാണ് പള്ളിയിലേക്ക്. അമർലാത്തിക്ക നിന്റെ പൊരുത്തം ആഗ്രഹിച്ച് നടന്നതാണ്. അതുകൊണ്ട് ഫഅസ്അലുക്കാൻ നിന്നോട് ഞാൻ ചോദിക്കുന്നു റബ്ബേ അൻതുൻഖിദനീ മിനന്നാർ നരകത്തിൽ നിന്ന് നീ എന്നെ രക്ഷപ്പെടുത്തുകയും എന്റെ ദോഷങ്ങളെ പൂർണ്ണമായി നീ എനിക്ക് പുറത്തു തരികയും ചെയ്യണമേ. ദോഷം പുറത്തു തരാൻ നിനക്കല്ലാതെ കഴിയില്ലല്ലോ എന്നതുകൊണ്ട് ഞാൻ നിന്നോട് ചോദിക്കുകയാണെന്ന് പള്ളിയിലേക്കുള്ള നടത്തത്തില്, അതേപോലെ തന്നെ പെണ്ണുങ്ങളെ നമസ്കാരത്തിലേക്കുള്ള നടത്തത്തിൽ ഇത് പറയൽ വളരെ അഫ്ളലായ അമലാകുന്നു എന്ന് പുണ്യനബി പഠിപ്പിച്ചു. മുഅ്മിനീങ്ങളെ നീട്ടി പറയുന്നില്ല, ശ്രദ്ധിക്കണം. പള്ളിയിലേക്ക് ആളുകൾ അതിരാവിലെ, പ്രത്യേകിച്ച് ആണുങ്ങളെ കാര്യം പറയാ, അതിരാവിലെ എണീറ്റാ മാത്രം പോരാ. ആണുങ്ങൾ അതിരാവിലെ സുബ്ഹിയോടടുത്ത് പള്ളിയിൽ എത്തിച്ചേരുക ഏറ്റവും പ്രധാനപ്പെട്ട അമലാണ്. കഴിയുമെങ്കിൽ ഓരോരുത്തരും ഒരു പള്ളിയിൽ വരുന്ന ആളുകൾ ഓരോരുത്തരെയും വഖത്തിന് ബാങ്ക് കൊടുക്കാൻ സ്വയം ഏറ്റെടുത്ത് നിശ്ചയിക്കൽ വളരെ പ്രധാനപ്പെട്ട അമലാകുന്നു. അത് വളരെ പുണ്യപ്പെട്ട അമല. ബാങ്ക് കൊടുക്കാൻ ഒരാളുണ്ട് എന്ന് പറഞ്ഞാൽ അയാൾ തന്നെ ബാങ്ക് കൊടുക്കണം എന്നല്ല അപ്പറഞ്ഞതിന്റെ അർത്ഥം. അത് ആരുമില്ലെങ്കിൽ ആ പണി നിർവഹിക്കേണ്ട ആളും ആ കാര്യം ഗൗരവമായി ശ്രദ്ധിക്കേണ്ട ആളും അയാളാണ്. ബഹുമാനപ്പെട്ട മദീന പള്ളിയിൽ സയ്യിദ്നാ ബിലാലിനോട് റളിയല്ലാഹു അൻഹു ഊഴം നോക്കി കാത്തു നിന്നിരുന്ന ആളാരാ? മഹാനായ സയ്യിദ്നാ ഉമർ റളിയല്ലാഹു. മദീന പള്ളിയിൽ എത്രത്തോളം എന്ന് പറഞ്ഞാൽ എന്നെ മറ്റു രാജ്യകാര്യങ്ങൾക്കും ഇസ്ലാമിന്റെ ഒരുപാട് സത്യമായ പ്രവർത്തനങ്ങൾക്കും പുറത്തേക്ക് എന്നെ പോകാൻ ഇല്ലായിരുന്നുവെങ്കിൽ ഞാൻ മദീന പള്ളിയിൽ ബാങ്ക് കൊടുക്കാൻ നിൽക്കുമായിരുന്നുവെന്ന് സയ്യിദ്നാ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു. കാരണം ഏറ്റവും വലിയ പ്രഖ്യാപനം ബാങ്കാണ്. അത് ഇഖ്ലാസോടുകൂടി ചെയ്യുക. അതായത് വേണമെങ്കിൽ ഇങ്ങനെ പറയാം, നമ്മൾ ചിന്തിക്കണം, നല്ലോണം ചിന്തിക്കണം. ഇത് നമ്മൾ സാധാരണയായി പള്ളിയിൽ ബാങ്കിന്റെ നേരത്തെ നമ്മൾ എത്തിയാലും മുക്രിക മൊല്ലാക്ക പള്ളിയിൽ നിന്ന് നാട്ടിൽ പോയതാണ്, അയാൾ എത്തിയിട്ടില്ലെങ്കിൽ നമ്മൾ തൽക്കാലം ഉണ്ടെങ്കിൽ തന്നെ ബാങ്ക് കൊടുക്കൂല. 2 മിനിറ്റ് നേരം വൈകിയാൽ അത് ഇന്ന് അയാൾക്കുള്ള ഒരു തെളിവാക്കി നമ്മൾ പിടിക്കും. മനസ്സിലായി? നല്ലോണം ചിന്തിക്കണം. 2 മിനിറ്റ് നേരം വൈകി നമ്മൾ വന്ന ആളുകളോട് പറയും ചെയ്യും, എന്നോട് ഞാൻ നേരത്തെ എത്തിയിട്ടുണ്ട്, ഞാനിവിടെ 4 മണിക്ക് എത്തിയത്, എന്നോട് ബാങ്ക് കൊടുത്ത് എത്ര മണിക്കാ എന്ന് ഇല്ലേ? ഇത് പറയുന്നവരില്ലേ? നിങ്ങൾ പറയുന്നവരില്ലേ? നേരെ മറിച്ച് തലേന്നെ മൊല്ലാക്കാനോട് പറയാം, മൊല്ലാക്കാൻ നിങ്ങൾ ഉണ്ടായിക്കോളൂ, പക്ഷെ ഞാൻ നാളെ രാവിലെ നേരത്തെ തന്നെ വരും, നാളത്തെ ബാങ്ക് കൊടുക്കാനുള്ള ഒരു അവകാശം എനിക്ക് തരണം. മൊല്ലാക്കാനോട് ചോദിക്കാതെ ആരും പള്ളി ബാങ്ക് കൊടുക്കുകയും ചെയ്യരുത്, ഇമാമിനോട് ചോദിക്കാതെ ഇമാമത്ത് ഇരിക്കരുത്. ഇത്തരം കാര്യങ്ങളൊക്കെ വളരെ ശ്രദ്ധിക്കണം. അതിന്റെ അവകാശികൾ അവരാണ്. നല്ലോണം ചിന്തിക്കണം. അപ്പൊ മൊല്ലാക്ക നല്ല ബോധമുള്ള മൊല്ലാക്കാണെങ്കിൽ പറയും, ആദ്യം എന്റെ ബാങ്ക് കൊണ്ട് കേൾക്കട്ടെ.
അപ്പൊ ആ ബാങ്കൊക്കെ ഒന്ന് ചൊല്ലിക്കൊടുത്ത് എവിടെയെങ്കിലും അബദ്ധം ഉണ്ടെങ്കിൽ ആ അബദ്ധമൊക്കെ ഒന്ന് തിരുത്തി ക്ലിയർ ആക്കി. എന്താ ബാങ്കിന്റെ പ്രത്യേകത കേട്ടോ? ഇന്നൽ മുഅദ്ദിനീന അത്വലുന്നാസി അനാഖൻ യൗമൽ ഖിയാമ. അന്ത്യനാളിൽ തല ഉയർത്തിപ്പിടിച്ച് നിൽക്കുന്നവർ ബാങ്ക് കൊടുത്തതിനെ ഇഷ്ടപ്പെടുകയും ബാങ്കിന് വേണ്ടി മത്സരിക്കുകയും ബാങ്ക് കൊടുക്കുന്ന ജോലി ആത്മാർത്ഥമായി ചെയ്യുകയും ചെയ്തവരാണ്. ഇവരൊക്കെ പെടും. ബാങ്ക് കൊടുക്കുന്ന ജോലി ആത്മാർത്ഥമായി ചെയ്തവർ. രണ്ട് ബാങ്കിനെ ചോദിച്ചിട്ട് മുക്രിയാക്കാനോട് അതിന്റെ സമയം ചോദിച്ചിട്ട് എനിക്കൊന്ന് അവസരം തരൂ എന്ന് പറഞ്ഞു. അവരാണ് അന്ത്യനാളിൽ തല ഉയർത്തിപ്പിടിക്കുന്നവർ എന്ന് ഖാല റസൂലുള്ളാഹി ഹബീബായ നബി പറഞ്ഞിട്ടുണ്ട്. അല്ലാഹുവിനെ ആഫിയായിൽ മുഅ്മിനീങ്ങളെ. വേറെ മാത്രല്ല, രണ്ടാമത്തെ കാര്യം കേട്ടോളൂ. ഫതിൽക ലുഹൂമുൻ ഹറമഹ അല്ലാഹു അലൻ നാരി ലുഹൂമൽ മുഅദ്ദിനീൻ. ബാങ്ക് കൊടുക്കൽ പതിവാക്കിയ ആളുകളുടെ ഇറച്ചിയിൽ അള്ളാഹുവിന്റെ നരകം തൊടുകയില്ലെന്ന് ഖാല റസൂലുള്ളാഹി. നരകം അവരെ ശരീരത്തിലേക്ക് സ്പർശിക്കുകയില്ല. കേട്ടോളൂ, വേറെയും ഹദീസ് കാണാം. സലാസത്തുൻ യൗമൽ ഖിയാമ. അന്ത്യനാളിൽ 3 വിഭാഗം ആളുകളുണ്ട്. ആ 3 വിഭാഗം ആളുകൾക്ക് യനാലുഹും ദഉൻ. ഒരു വിഷമവും അവരെ ബാധിക്കുകയില്ല, ഒരു വിഷമവും അവരെ ബുദ്ധിമുട്ടാക്കുകയില്ല. ലാ യഹൂലുഹും ഹിസാബ്. ഹിസാബിന്റെ ഭയാനകത അവർക്ക് ഉണ്ടാവുകയില്ല. ആളുകൾ ഹിസാബിലാകുമ്പോഴും അവർ ഹിസാബിന്റെ ബുദ്ധിമുട്ടില്ലാത്തവരാവും 3 വിഭാഗം ആളുകൾ. അല്ലാഹു 3 വിഭാഗത്തിൽ നമ്മെ പെടുത്തട്ടെ. ഒന്ന് റജുലുൻ, ഒരാൾ യഖറഉൽ ഖുർആന ഇബ്തിഗാഅ മർളാത്തില്ലാഹ്. അല്ലാഹുവിന്റെ പൊരുത്തം ആഗ്രഹിച്ചിട്ട് സദാസമയവും ഖുർആനോത്ത് പതിവാക്കിയ ആൾ ഒരാൾ. അല്ലാഹു കൂട്ടത്തിൽ നമ്മെ പെടുത്തട്ടെ. ഒന്ന്, സദാ നേരം അയാൾ ഖുർആനോത്ത് പതിവാക്കും. അല്ലെങ്കിലും ഖുർആന്റെ മാറ്റം എന്താ? ആകാശത്തെ നക്ഷത്രങ്ങൾ ഭൂമിയിലുള്ളവർക്ക് വെളിച്ചം കൊടുക്കുന്നത് പോലെ ഭൂമിയിലുള്ള 3 തരം വീടുകൾ ആകാശത്തുള്ളവർക്കും വെളിച്ചമാകുമെന്ന് പുണ്യനബി പറഞ്ഞിട്ടുണ്ട്. കേട്ടോളൂ. അറിയോ 3 വീട്? 3 വിഭാഗം ആളുകളുണ്ട്. സലാസത്തുൻ തുളിഉ ലി അഹ്ലിസ് സമായി കമാ തുളിഉൻ നുജൂമു ലി അഹ്ലിൽ അർളി. 3 തരം വീടുകളുണ്ട്. ആകാശത്തുള്ളവർക്ക്, ആ ഭൂമിയിലുള്ളവർക്ക് നക്ഷത്രങ്ങൾ വെളിച്ചമാകും പോലെ 3 വീടുകൾ ആകാശത്തുള്ളവർക്ക് വെളിച്ചമാണ്. ഏതാ 3 വീട്? ഒന്ന് ബൈത്തുല്ലാഹി, പള്ളി, അള്ളാന്റെ വീട്. അത് ഭൂമിയിലെ വെളിച്ച, അത് മലക്കുകൾ അവിടെ നിന്ന് കാണുന്നുണ്ട്. ഒന്ന് നക്ഷത്രത്തിന്റെ സ്ഥാനത്ത് ഭൂമിയിലുള്ളത്. ഒന്ന് വെളിച്ചത്തിന്റെ വീട്, ഒന്ന് പള്ളി. രണ്ട് ബൈത്തുൽ ആലിമി, അള്ളാനെ പേടിക്കുന്ന ആലിമിന്റെ വീട്. അള്ളാനെ പേടിക്കുന്ന ആലിമിന്റെ വീട്, അള്ളാഹുവിനെ ഭയപ്പെടുന്ന ആലിമിന്റെ വീട്, അത് ആകാശത്തുള്ളവർക്കും വെളിച്ചമാണ്. 3 വബൈതു ഹാഫിലിൽ ഖുർആൻ, അള്ളാനെ പേടിച്ച് ഖുർആൻ മനപ്പാടമാക്കിയവന്റെ വീട്. അള്ളാനെ പേടിച്ചിട്ട് ഖുർആൻ മനപ്പാടാക്കി, അള്ളാഹ്ക്ക് വേണ്ടിയും മനപ്പാടാക്കി, ആളുകളോട് തർക്കിക്കാൻ വേണ്ടിയല്ല. അതൊന്നല്ല. ലക്ഷ്യം ഈ 3 വീടുകൾ ആകാശത്തുള്ളവർക്ക് വെളിച്ചമാണ്. ഖാല റസൂലുള്ളാഹി. വളരെ ചിന്തിക്കണം. ഏതൊക്കെ 3 വീട്? ഒന്ന് പറയൂ. ഒന്ന് അള്ളാന്റെ വീട്. രണ്ട് അള്ളാനെ പേടിക്കുന്ന ആലിമിന്റെ വീട്. 3 അള്ളാനെ പേടിച്ച് ഖുർആൻ മനപ്പാടമാക്കിയവന്റെ വീട്. അപ്പൊ ചിന്തിക്കണം. എത്രയും അത് ഖുർആന്റെ മാത്രമാണ് ആ പറഞ്ഞത്. അള്ളാനെ പേടിച്ച് ഖുർആനോട്ട് പതിവാക്കിയ ആളുകളുണ്ടെങ്കിൽ ആ ആളുകളുടെ, അത്തരം ആളുകൾക്ക് ഹിസാബ് ബാധിക്കുകയില്ലെന്ന് ഖാല റസൂലുള്ളാഹി. രണ്ടാമത്തെ ആളോ? റജുലുൻ ഉബ്തുലിയ ബിറിസ്ഖിൻ, ഭക്ഷണത്തിന് വിഷമം ബാധിക്കുന്ന ഒരാൾ. ശ്രദ്ധിക്കണം കേട്ടോ, ആ ഭാഗത്തേക്ക് ഞാൻ വരുന്നുണ്ട്. കസ്ബിലേക്ക്, തൊഴിലിലേക്ക് ഞാൻ വരുന്നുണ്ട്. ഭക്ഷണത്തിന് വിഷമം ബാധിക്കുന്ന ഒരാൾ, എപ്പോഴും അയാൾക്ക് ഹമ്മാണ് ഭക്ഷണത്തിന്റെ കാര്യം. അതായത് മക്കൾക്കും കുട്ടികൾക്കും ചെലവിന് കൊടുക്കാൻ അയാൾക്ക് വലിയ ബുദ്ധിമുട്ടാണ്. അങ്ങനെ പക്ഷേ ഫലം യശ്ഗൽഹു ദാലിക മിൻ അമലിൽ ആഖിറ, അതൊക്കെ ഉണ്ടെങ്കിലും ആഖിറത്തിന്റെ അമലിന് അയാൾ ഒരു മുടക്കം വരുത്തുന്നില്ല. മനസ്സിലായില്ല പറഞ്ഞത്? അയാള് ഇരുന്ന് കഴിക്കുന്ന മുതലാളിയൊന്നും അല്ല, വലിയ വിഷമമുള്ള ആൾ തന്നെയാണ്. കുട്ടികൾക്കും ഭാര്യക്കും ചെലവിന് കൊടുക്കുന്ന കാര്യത്തിൽ അല്ലെങ്കിൽ വലിയ മൈസത്തിന് അധ്വാനിച്ച തൊഴിലാളിയാ. പക്ഷേ അയാൾ കൃത്യമായി പള്ളിന് ബാങ്ക് കേട്ടാൽ നമസ്കരിക്കുന്ന കാര്യത്തിൽ അയാൾ കമാൻഡല്ല. അവിടെ അയാൾ കൈക്കോട്ട് വെക്കും, മൺവെട്ടി വെക്കും, നിസ്കരിക്കും. രണ്ടാളെ ഞാൻ പറഞ്ഞത്, ഒന്ന് ഖുർആനോ അള്ളാനെ പേടിച്ച് ഖുർആനോട്ട് പതിവാക്കിയാൽ. മറ്റു നേരത്തെ പറഞ്ഞ 3 വേറെയാണ് മനുഷ്യന്മാർ. ഇത് ആകാശത്തെ വെളിച്ചം പറഞ്ഞതാണ്, ഇത് വേറെ പറഞ്ഞു. അത് മുമ്പ് പറഞ്ഞ ഒരു ഹദീസ് ഒന്നും കൂടി ഓർമ്മപ്പെടുത്തിയതാ. ഇത് വേറെയാ. ഇതെന്താ പറഞ്ഞത്? ഇത് ചിന്തിക്കണം. ഇത് ഒന്ന് അള്ളാനെ പേടിച്ച് ഖുർആനോക്കൽ ഓതൽ പതിവാക്കിയ ആൾ. ഒന്ന്. രണ്ടാമത്തെ ആൾ ഭക്ഷണത്തിന്റെ കാര്യത്തിൽ അയാൾക്ക് വിഷമം വരുന്നുണ്ട്, കുടുംബം പോറ്റുന്ന കാര്യത്തിൽ. പക്ഷേ
ഫലം യശ്ഗൽഹു ദാലിക മിൻ അമലിൽ ആഖിറ. അത് കാരണമായിട്ട് അതൊന്നും അമലിനെ ബാധിക്കുന്നില്ല. അമലിനൊക്കെ അയാൾ കൃത്യമായി ഹാജറുണ്ട്, ജമാഅത്തിനൊക്കെ അയാൾ കൃത്യമായി ഹാജറുണ്ട്. എമ്പാടും മുതലുള്ള മുതലാളി ജമാഅത്തിന് വരുമ്പോലെ ഈ തൊഴിലാളി ജമാഅത്തിനും കാര്യത്തിനൊക്കെ അയാൾ ക്ലിയറായി ചെയ്യുന്നുണ്ട്. അതിനൊക്കെ പറ്റിയ ജോലി അയാൾ ചെയ്യുന്നുള്ളൂ. മൈസത്തൊക്കെ കുറച്ച് വിഷമാണെങ്കിലും അതൊക്കെ അയാൾ അഡ്ജസ്റ്റ് ചെയ്ത് അധ്വാനിച്ച് കുടുംബം പോറ്റുന്നുമുണ്ട്. എന്നാൽ അമലിന്റെ തോതിൽ ഒരു കമ്മിയും ഇയാളോട്ട് വരുത്തുന്നുമില്ല. എല്ലാവരും 1000 കൊടുക്കുന്നിടത്തും ഇയാൾ എന്തെങ്കിലുമൊക്കെ അവിടെയും കൊടുക്കും. അല്ലദീന യുൻഫിഖൂന മുതലാളി ഇയാളും തമ്മിൽ കൊടുതിയുടെ എണ്ണത്തിൽ കമ്മിയുണ്ട്, എന്നാലും ഇയാളും തന്നാലാവുന്നത് കൊടുക്കുന്നുണ്ട്. അങ്ങനത്തെ ആളുകൾ അതാ രണ്ടാമത്തെ ആൾ. മൂന്നാമത്തെ ആൾ ആരാ? നല്ലോ റജുലുൻ അദ്ദന ഫിൽ മസ്ജിദി വദഅല്ലാഹ ഇബ്തിഗാഅ വജ്ഹില്ലാഹ്. റജുലുൻ ഒരാളാകുന്നു, അയാൾ അദ്ദന ഫിൽ മസ്ജിദി പള്ളിയിൽ ബാങ്ക് കൊടുക്കുന്നുണ്ട്. വദഅല്ലാഹ എന്നിട്ട് ബാങ്ക് കൊടുത്ത് ദുആ ചെയ്യും. എന്ത്? ഇബ്തിഗാഅ വജ്ഹില്ലാഹ്, അല്ലാഹുവിന്റെ വജ്ഹിനെ പ്രതീക്ഷിച്ചിട്ട് ബാങ്ക് കൊടുത്തിട്ട് ദുആ ചെയ്യുന്ന ആൾ. ബാങ്കിന്റെ ദുആന്റെ പുറമെ ഒരുപാട് ദുആ സുന്നത്തുണ്ട്. ബാങ്ക് കഴിഞ്ഞിട്ടുള്ള അല്ലാഹുമ്മ റബ്ബ ഹാദിഹി ദഅവതി താമ്മ എന്ന് തുടങ്ങുന്ന ദുആന്റെ പുറമെ ഏത് ദുആവും സ്വീകരിക്കപ്പെടുന്ന സമയമാണത്. ഏറ്റവും പ്രധാനമാണ്. ഒരു വ്യക്തി ബാങ്ക് കൊടുക്കുന്ന നേരത്ത് ആ വ്യക്തിയുടെ ആകാശം തുറക്കും എന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ബാങ്ക് കൊടുക്കുന്ന നേരത്തെ ആകാശം തുറക്കും എന്ന് പറഞ്ഞാൽ അതിന് ചില ആളുകൾ ഇങ്ങനെ പറഞ്ഞു നടക്കും, അവർക്ക് അറിയില്ല. അങ്ങനെയാണെങ്കിൽ ആകാശം തുറക്കാനല്ലേ നേരം ഉണ്ടാവുള്ളൂ. അതിന്റെ അർത്ഥം അതാണ്. അവനവന്റെ ഓരോരുത്തർക്കും അവനവൻ നിശ്ചയിച്ച റിസ്ക് ഇറങ്ങി വരുന്ന ഭാഗമുണ്ട്. അള്ളാന്റെ ദർശനത്തിന്റെ ഭാഗങ്ങൾ, അള്ളാഹ് മലായികത്ത് അവനെ സമീപിക്കുന്ന ഭാഗങ്ങളുണ്ട്. അത് തുറക്കപ്പെടുന്ന നേരമാണത്. ആ നേരത്തെ അവൻ എന്ത് പറഞ്ഞാലും അള്ളാഹു സ്വീകരിക്കുന്ന സമയമാകുന്നു. മാത്രല്ല എന്റെ അപ്പ പറഞ്ഞത് അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു. അല്ലാഹു ഏറ്റവും മഹാനാണ്, അല്ലാഹു ഏറ്റവും മഹാനാണ്, അല്ലാഹു അല്ലാതെ ആരാധനയില്ലെന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുകയാണ്. ഈ പറഞ്ഞ വാക്ക് ഈ ലോകത്തൊരാൾക്ക് വിളിച്ചു പറയാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാക്കാണ്. അതുകൊണ്ട് തന്നെയാണ് അതൊരാൾ വിളിച്ചു പറയാൻ തന്നാൽ അത് ഏറ്റവും അഹ്സനു ഖൗലം മിമ്മൻ ദആ ഇലല്ലാഹ്. അല്ലാഹുവിലേക്ക് ക്ഷണിച്ചതിനേക്കാൾ നല്ല വാക്ക് പറഞ്ഞവനില്ല. കേട്ടോളൂ, ഇനി വേറൊരു ഹദീസ് കേട്ടോളൂ. ഈ ഹദീസൊക്കെ കേട്ടാൽ ബോധ്യാവുന്നു. ലോകം നിർത്തിയിട്ട് പള്ളിയിൽ വാങ്ങോട്ട് കാണിക്കാം. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ലാ യസ്മഉ നിദാഅൽ മുഅദ്ദിനി ജിന്നുൻ വലാ ഇൻസുൻ വലാ ശൈഉൻ ഇല്ലാ ശഹീദ ലഹു യൗമൽ ഖിയാമ. സ്വഹീഹുൽ ബുഖാരി. കേട്ടോളൂ, ഹദീസ് കേട്ടോളൂ. ലാ യസ്മഉ നിദാഅൽ മുഅദ്ദിനി, ബാങ്ക് കൊടുക്കുന്നവന്റെ ശബ്ദം കേൾക്കുന്നില്ല. ജിന്നുൽ വലാ ഇൻസുൻ, ഒരു ജിന്നോ ഇൻസോ കേൾക്കുന്നില്ല. വലാ ശൈഉൻ, ഒരു മലക്കോ ഒരു കാര്യമോ ഒന്നും കേൾക്കുന്നില്ല. ഒരു വസ്തു പോലും, വലാ ശൈഉൻ, ഒരു ശൈഉം ഒന്നും, ഒരാൾ ബാങ്ക് കൊടുക്കുന്നതിന്റെ പരിസരത്തുള്ള ഒരു ശൈഉം ഇല്ലാ ശഹീദ ലഹു യൗമൽ ഖിയാമ. അന്ത്യനാളിൽ അല്ലാഹുവേ നിന്റെ വാക്ക് ഇയാൾ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്, അള്ളാന്റെ കോടതിയിൽ അയാൾക്ക് വേണ്ടി സാക്ഷിയാകും ആയിട്ടല്ലാതെ ഉണ്ടാവുകയില്ലെന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അന്ത്യനാളിൽ അതാണ് തന്നെ. അതുകൊണ്ട് തന്നെ വളരെ പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് സുബഹി നേരത്തെ സുബഹിയോർക്ക് ബാങ്ക് കൊടുക്കുന്നതിന് മുമ്പ് എന്നെ പള്ളിയിൽ ഹാജരാവുക. എന്നിട്ട് ആ നേരത്തിന് വേണ്ടിയിട്ടൊന്ന് കാത്തിരിക്കുക. ഹബീബായ നബി പറഞ്ഞു, യദുല്ലാഹി അലാ യദിൽ മുഅദ്ദിനി, അള്ളാഹുവിന്റെ കൈ ബാങ്ക് കൊടുക്കുന്നവന്റെ കൈയിന്റെ മുകളിലാണ് എന്ന് പറഞ്ഞാൽ അവൻ പറഞ്ഞ ആ അള്ളാന്റെ കൈ അവന്റെ മുകളിലാന്ന് പറഞ്ഞാൽ അള്ളാന്റെ കൈ ഇവനെ പോലത്തെ ഒരു കൈ ഉണ്ടായിട്ട് പറയല്ല. അള്ളാഹുവിന്റെ സമ്പൂർണമായ അധികാരവും ശക്തിയും അയാൾക്ക് അള്ളാഹു പ്രത്യേകമായ അധികാരങ്ങൾ നൽകുന്നു എന്നാണ് താല്പര്യം. മുഅ്മിനീങ്ങളെ, മറ്റൊരു കാര്യം ഒരാൾ ചെയ്യേണ്ടത്, സുബഹി മുതലുള്ള 5 ജമാഅത്തിനും ഒരാൾ നായുമായി ജമാഅത്തിന് പങ്കെടുക്കും, ജമാഅത്തായി തന്നെ നമസ്കരിക്കൂ എന്ന അസ്മ അയാൾക്കുണ്ടാവുക. എല്ലാ ജമാഅത്തും ഒരാൾ ജമാഅത്തായെ നമസ്കരിക്കൂ എന്ന അസ്മ കൊണ്ടുവരികയും സുബഹി മുതൽ അത് പ്രാവർത്തികമാക്കുകയും ചെയ്യുക ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫളു സ്വലാത്തിൽ ജമാഅത്തി മിൻ സ്വലാത്തിൽ ഫർദി ബി 27 ഇരട്ടി ദറജയാണെന്ന് പുണ്യ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ഞാൻ വിശദീകരിക്കുന്നില്ല, നിങ്ങൾക്കറിയാം.
എന്ന് മാത്രമല്ല ലഖദ് ഹമംതു അൻ ഉഹർരിഖന്ന ബുയൂതഹും, അവരെ വീട് ചുട്ടുകരിക്കണമെന്ന് ഞാൻ പലവട്ടം കരുതിയതാണ്. ലൗലാ ഫീ ബുയൂതിഹിം നിസാഉ വസ്ബിയാൻ, അവരെ വീട്ടിൽ കുട്ടികളും പെണ്ണുങ്ങളും ഇല്ലായിരുന്നുവെങ്കിൽ പള്ളിയിൽ ജമാഅത്തിന് വരാത്തവരുടെ വീട് ഞാൻ ചുട്ടുകരിക്കുമായിരുന്നുവെന്ന് ഖാല റസൂലുള്ളാഹി മുസ്തഫ നബി പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു നമുക്ക് നാഫിയായ ഇൽമിനെ തരട്ടെ. മാത്രമല്ല പള്ളിയിൽ ജമാഅത്തിന് ഇരുട്ടിൽ വരെ നടന്നു പോകുന്ന ആളുകൾക്ക് അന്ത്യനാളിൽ വെളിച്ചം ഉണ്ട്. ഹദീസേതാ? ബുഖാരി രേഖപ്പെടുത്തിയതാ. ബശ്ശിരിൽ മശാഈന ഫിൽ ളുലമി ബിന്നൂരി താമൽ ഖിയാമ. നബിയെ സന്തോഷ വാർത്ത അറിയിക്കുന്നു പുണ്യ നബിയോട് പറഞ്ഞു. അള്ളാന്റെ ഹബീബും പഠിപ്പിച്ചു. ബശ്ശിരിൽ മശാഈന ഫിൽ ളുലമി, ഇരുട്ടിൽ പള്ളിയിലേക്ക് നടന്നു പോവുക, അവർക്ക് സന്തോഷ വാർത്ത അറിയിക്കാൻ പുണ്യ നബി പഠിപ്പിച്ചിട്ടുണ്ട്. ബിന്നൂരി താമി യൗമൽ ഖിയാമ, അന്ത്യനാളിൽ അവർക്ക് പൂർണ്ണമായ വെളിച്ചം കിട്ടുന്നു. അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. എന്നാൽ സത്യവിശ്വാസത്തിന്റെ ഒരു അടയാളം പുണ്യ നബി പറഞ്ഞു. ഇമാം മുസ്ലിം രേഖപ്പെടുത്തിയ ഹദീസ. കേട്ടോളൂ കേട്ടോ, ഇത് കേൾക്കേണ്ട ഹദീസ. ഇദാ റഅയ്തും മൻ യഅ്താദുൽ മസ്ജിദ ഫശ്ഹദു ലഹു ബിൽ ഈമാൻ, ഒരാൾ 5 വഖത്തിനും പള്ളിയിൽ പോയി വരുന്നത് കണ്ടാൽ ഉറപ്പിച്ചോളൂ അയാൾക്ക് ഈമാൻ ഉണ്ടാവും. ഇതാ മനസ്സിലായില്ല നിങ്ങൾക്ക്? ചിന്തിക്കണം. അല്ലാഹു ആ കൂട്ടത്തിൽ നമ്മളെ പെടുത്തട്ടെ. എന്താ പറഞ്ഞു? ഇദാ റഅയ്തും മൻ യഅ്താദുൽ മസ്ജിദ, പള്ളിയിൽ പോയി വരൽ ഓരോ വഖത്തിനും പതിവാക്കിയ ഒരാളെ കണ്ടാൽ ഉറപ്പിച്ചു കൊള്ളുക. ഫശ്ഹദു ലഹു ബിൽ ഈമാൻ, അയാൾക്ക് ഈമാൻ ഉണ്ട് എന്ന് നിങ്ങൾക്ക് സാക്ഷി നിൽക്കാം. ഒരാൾക്ക് ഈമാൻ ഉണ്ടാവുന്ന വേറെ ആൾക്ക് എങ്ങനെ സാക്ഷിക്കാൻ കഴിയും? ഇങ്ങനെ സാക്ഷിക്കാം. മനസ്സിലായില്ലേ നിങ്ങൾക്ക് പറഞ്ഞത്? ഇതാ റഅയ്തും, മനസ്സിലായില്ലേ പറഞ്ഞിട്ട്? ഒരാളെ ഈമാൻ, അയാൾക്ക് ഈമാൻ ഉണ്ടെന്ന് എങ്ങനെ നമ്മൾ ഉറപ്പിക്കാം? ഒരാൾക്ക് ഈമാൻ ഉണ്ടെന്ന് എങ്ങനെ ഉറപ്പിക്കാം? ഉറപ്പിക്കാനുള്ള ഒരു മാർഗ്ഗമാണ് ഈ പറഞ്ഞത്. ഇദാ റഅയ്തും മൻ യഅ്താദുൽ മസ്ജിദ, നേരത്തിന് പള്ളിയിൽ പോയി വരുന്നത് പതിവാക്കുന്ന ഒരവസ്ഥ ഒരാളുടെ കാര്യത്തിൽ കണ്ടാൽ ഫശ്ഹദു ലഹു ബിൽ ഈമാൻ, അയാൾക്ക് ഈമാൻ ഉണ്ടെന്ന് ഉറപ്പിച്ചുകൊള്ളൂ എന്ന് പുണ്യ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നോക്കൂ, ഒരു ഹദീസ് കൂടി പറയാം, ഒരു ഹദീസ് കൂടി പറയാം. മൻ സല്ലാ 40 യൗമൻ ഫി ജമാഅ. ഇതുകൊണ്ടാണ് മദീന പള്ളിയിൽ നമ്മൾ മക്കയിലും മദീനയിലൊക്കെ ചെന്ന ആളുകൾ 40 ജമാഅത്ത് പ്രത്യേകം സൂക്ഷിക്കുന്നത്. മക്കയിൽ ഹറമിലെത്തിയ തിരക്കൊക്കെ ഒഴിവാക്കിയിട്ട് 8 ദിവസം എല്ലാത്തിലും അവിടെ കൂടുക. മദീനയിലും എന്തുകൊണ്ട്? 8 40 വരും. 40ന്റെ പ്രത്യേകത എന്താ? 40 ജമാഅത്തിന് ഒരാൾ കൃത്യമാക്കിയാൽ 2 കാര്യം ഒഴിവായി കിട്ടും. ഒന്ന് കപട വിശ്വാസവും, ഒന്ന് നരകവും. തുർമദിന്റെ ഹദീസ് വളരെ പ്രധാനപ്പെട്ട ഹദീസാണ്. വളരെ സ്വഹീഹാണെന്ന് പലരും അംഗീകരിച്ചു. ചിലതൊന്നും അംഗീകരിക്കാത്തവരെ ഈ ഹദീസ് അംഗീകരിച്ചിട്ടുണ്ട്. വളരെ സ്വഹീഹാണ്. മൻ സല്ലാ 40 യൗമൻ ഫീ ജമാഅ. കേട്ടോളൂ കേട്ടോ, നല്ല രസമുണ്ട്. ജമാഅത്ത് എത്തിയാലും പോരാ, വേറെ ചില പണിയും കൂടി ഉണ്ട് അവിടെ. മൻ സല്ലാ ഫീ ജമാഅ 40 യൗമൻ ഫീ ജമാഅ, ഒരാൾ 40 ദിവസം ജമാഅത്തിൽ പങ്കെടുത്തു. ലാ തഫൂതുഹു ഫീഹാ തക്ബീറത്തുൽ ഇഹ്റാമി, തക്ബീറത്തുൽ ഇഹ്റാം പോലും ഒരു ജമാഅത്തിലും നഷ്ടപ്പെട്ടിട്ടുമില്ല. എല്ലാം കിട്ടിയിട്ടുണ്ട്. എങ്കിൽ കതബല്ലാഹു ലഹു ബറാഅതൈൻ, അയാൾക്ക് 2 മോചനം അല്ലാഹു വിധിക്കുന്നതാണ്. ഒന്ന് ബറാഅതൻ മിനൻ നിഫാഖി വ ബറാഅതൻ മിനൻ നാർ, 2 മോചനം അല്ലാഹു അയാൾക്ക് വിധിക്കും. തുർമദിന്റെ ഹദീസാണ്, ശ്രദ്ധിക്കണം. മനസ്സിലായില്ലേ? എത്ര ഞാൻ പറഞ്ഞത്? എത്ര പറഞ്ഞത്? 40 ജമാഅത്തിൽ പറഞ്ഞെടുക്കുക. 40 ജമാഅത്തിൽ എന്താവും ചെയ്യരുത്? ലാ തഫൂതു തക്ബീറത്തുൽ ഇഹ്റാമി, എന്തുവരെ നഷ്ടപ്പെടരുത്? തക്ബീറത്തുൽ ഇഹ്റാം വരെ നഷ്ടപ്പെടാതെ 40 ജമാഅത്തിൽ ഒരാൾ പങ്കെടുത്താൽ, അങ്ങനെ പങ്കെടുത്താൽ കതബല്ലാഹു ലഹു ബറാഅതൈൻ, 2 ബറാഅത്ത് അല്ലാഹു തആല അയാൾക്ക് വിധിക്കുന്നതാണ്. ഒന്ന് ബറാഅതൻ മിനൻ നാരി വ ബറാഅതൻ മിനൻ നിഫാഖ്, ഒന്ന് നരകത്തിൽ നിന്ന് മോചനം ഉണ്ടായി കിട്ടും, നരകത്തിൽ നിന്ന് മോചനവും കിട്ടും. പിന്നെ കപട വിശ്വാസം ഉണ്ടാവില്ല, തടിന്ന് കപട്യം ഒഴിവാക്കി കിട്ടും. ഇതെല്ലാവരും ഇങ്ങനെ സദാ നേരം സൂക്ഷിച്ചു പോവുക. ഇത് അങ്ങോട്ട് മരണം വരെ പോയാൽ മൊത്തം കിട്ടുമല്ലോ ഒരാൾക്ക്. അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യണം. ഒക്കെ തൗഫീഖാണ്, അതൊരു വലിയ തൗഫീഖാണ്. അങ്ങനെയുള്ള ആളുകളൊക്കെ ഉണ്ടായിരുന്നു നമ്മുടെ നാട്ടിൽ. പഴയ കാലത്തൊക്കെ ഇഷ്ടംപോലെ ഇതിന് മുഹാഫദത്ത് ചെയ്യുന്ന ആളുകൾ ഉണ്ടായിരുന്നു. ഒരാൾ എന്നോടൊരു വയസ്സൻ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, 30 കൊല്ലമായിട്ട് എനിക്ക് തഹജ്ജുദ് മുടങ്ങിയിട്ടില്ല. 30 കൊല്ലം തഹജ്ജുദ് മുടങ്ങിയില്ല എന്നാണ് ചെറിയൊരു കാര്യം. 30 കൊല്ലം തഹജ്ജുദ് മുടങ്ങിയിട്ടില്ല എന്ന് ഒരു കാര്യം അങ്ങനെ സംസാരിച്ച കൂട്ടത്തിൽ ഒരാൾ എന്നോട് പറഞ്ഞതാണ്. നിങ്ങളെന്താ ചിന്തിച്ചോക്കെ എത്ര വലിയൊരു സംഗതിയാണത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഉമ്മ മരിച്ച ദിവസം പോലും മുടങ്ങിയിട്ടില്ല എന്ന് അയാൾ പറഞ്ഞു. ആ വിഷയം പഠിച്ചപ്പോൾ അല്ല, അയാൾ ഫൗൾ പറഞ്ഞതല്ല. അല്ലാഹു തആല നമ്മളെ നല്ലവരിൽ പെടുത്തട്ടെ.
മുഅ്മിനീങ്ങളെ, അതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ സൂക്ഷിക്കും. ഇനി സുബഹി മുതൽ അതേപോലെ സുബഹി നമസ്കരിക്കുക. സുബഹിയോട് ചെയ്യേണ്ട സുബഹിയുടെ മുമ്പുള്ള 2 റക്അത്ത് സുന്നത്ത് നമസ്കാരം. സുന്നത്ത് നമസ്കാരങ്ങളെല്ലാം ഏറ്റവും പ്രധാനപ്പെട്ട അമലാകുന്നു. ഏറ്റവും ചുരുങ്ങിയത് 12 റക്അത്തെങ്കിലും റവാത്തിബ് നമസ്കരിക്കൽ ഒരാൾ ദായിമാക്കിയാൽ ബനല്ലാഹു ലഹു ബൈതൻ ഫിൽ ജന്ന, ദായിമാക്കിയാൽ സ്വർഗത്തിൽ മാളിക ലഭിക്കുന്നതാണ്. സ്വഹീഹ് മുസ്ലിം. മനസ്സിലായില്ല? ഒരുപാടുണ്ട്, 12 ഒന്നുമല്ല റവാത്തിബുള്ളത്. ഏറ്റവും ചുരുങ്ങിയത് ഒരാൾ നമസ്കാരത്തോടനുബന്ധിച്ച് 12 റക്അത്ത് എല്ലാ ദിവസവും സുന്നത്ത് നമസ്കരിക്കുക. ഏതൊക്കെ ആ 12 എന്ന് പറയൂ? സുബഹിയുടെ മുമ്പ് 2, ളുഹറിന്റെ മുമ്പും 2, ശേഷവും 2, അസ്റിന്റെ മുമ്പ് 2, പിന്നെ മഗ്‌രിബിന് ശേഷം 2, ഇശാഇന് ശേഷം 2. ഇതിനൊക്കെ മുമ്പുണ്ട്, മഗ്‌രിബിന് മുമ്പുണ്ട്. ബുഖാരിയിൽ ഹദീസുണ്ട് മഗ്‌രിബിന് മുമ്പ് സുന്നത്തുണ്ട്. സ്വഹീഹുൽ ബുഖാരിയിൽ ഹദീസുണ്ട് മഗ്‌രിബിന് മുമ്പുണ്ട്. ചെറിയ റക്അത്തൈനി ഖഫീഫത്തൈനി, ചെറിയ 2 റക്അത്ത് പെട്ടെന്ന് നിസ്കരിക്കാറുണ്ടായിരുന്നു. ബിലാൽ ബാങ്ക് കൊടുക്കുമ്പോഴത്തിന് ഞങ്ങൾ പള്ളിയുടെ തൂങ്കാലിലേക്ക് ചേർന്ന് നിൽക്കുകയും സുന്നത്ത് നിസ്കരിക്കുകയും ചെയ്തിരുന്നു. 12 റക്അത്തെങ്കിലും സുന്നത്ത് നിസ്കാരം ദായിമാക്കിയാൽ, 12 ഒന്നും അല്ലുള്ളത്, 12 ദായിമാക്കിയാൽ ബനല്ലാഹു ലഹു ബൈതൻ ഫിൽ ജന്ന, അയാൾക്ക് സ്വർഗത്തിൽ മാളിക ലഭിക്കുമെന്ന് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതേപോലെ തന്നെ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞിട്ട് ഒറ്റ വാക്കൊന്നും പറയാം. അതേപോലെ തന്നെ സുബഹിയിലെ സുന്നത്ത് നമസ്കരിച്ചതിന് ശേഷം സുബഹി നമസ്കരിക്കുന്നതിന് മുമ്പ് എന്ത് ചെയ്യുക? തന്റെ ഖിബിലയിലേക്ക് ഒരാൾ സാധാരണ മരിച്ചു കിടക്കും പോലെ കിടക്ക, ചെറിയ ഒരു വ്യത്യാസമുണ്ട്, കൈ അങ്ങോട്ട് നീട്ടി വെക്കുക, എന്നിട്ട് കൈയിലേക്ക് കിടക്കുക. ഈ ഒരു സമ്പ്രദായം ഹബീബായ റസൂലുള്ളാഹി അനുവർത്തിച്ചിരുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട അമലാണ്. അങ്ങോട്ട് വടക്ക് ഭാഗത്തേക്ക്, വടക്ക് ഭാഗം നമ്മുടെ പൊസിഷൻ അനുസരിച്ചാണ് പറഞ്ഞത്. വടക്ക് ഭാഗത്തേക്ക് തെക്ക് കാലുമാക്കുക, വടക്ക് തലയാക്കുക, ഖിബിലയിലേക്ക്. ഫലനുവല്ലിയന്നക ഖിബ്ലതൻ തർലാഹാ, പരിശുദ്ധ കഅബയിലേക്ക് നോക്കി കിടക്കുക, ആ ഭാഗത്തേക്ക് തിരിഞ്ഞു കിടക്കുക. സുബഹി നമസ്കരിക്കുകയും അതിനുശേഷം സുബഹി നമസ്കരിച്ച് സൂര്യോദയം വരെ ഒന്നിരിക്കൽ ഇൽമ, അല്ലെങ്കിൽ ദിക്ർ, അല്ലെങ്കിൽ ഖിറാഅത്ത്, 3-4 കാര്യത്തിൽ മാത്രം ബന്ധപ്പെടുക, മറ്റ് ജോലികൾ ഉണ്ടെങ്കിൽ പോലും. എന്നിട്ട് സൂര്യൻ ഉദിച്ച് കഴിഞ്ഞ ഒരല്പം കഴിഞ്ഞതിന് ശേഷം 2 റക്അത്ത് ഇശ്റാഖ് നമസ്കരിക്കുക. എന്നാൽ തഅദിൽ ഉംറതൻ തമ്മ ഖാല റസൂലുള്ളാഹി. എങ്ങനെ? ഒരാൾ സുബഹി നമസ്കരിച്ചു, എന്നിട്ട് സുബഹി നമസ്കരിച്ചിട്ട് 3-4 കാര്യത്തിൽ മാത്രമാണ് അയാളുടെ നാവ് ബന്ധപ്പെട്ടത്. ഒന്നിരിക്കൽ ഇൽമ്, അല്ലെങ്കിൽ അയാൾ ദിക്ർ, അല്ലെങ്കിൽ ഖുർആൻ. മറ്റ് ജോലി ചെയ്തോട്ടെ. ഉദാഹരണം പറയാം, സുബഹി നമസ്കരിച്ചിട്ട് നമുക്ക് മഞ്ചേരി പോകേണ്ട ആവശ്യമുണ്ട്, സുബഹി നമസ്കരിക്കുമ്പോൾ കണ്ണൂർ പോകേണ്ട ആവശ്യമുണ്ട്. സുബഹി നമസ്കരിച്ചു, നേരെ വണ്ടി കയറി നമ്മൾ ഡ്രൈവ് ചെയ്യാണ്, അല്ലെങ്കിൽ കൂടെ ഇരിക്കുകയാണ്. ഇനി നമ്മൾ എന്ത് ചെയ്യാന്നറിയാം? സൂര്യോദയം വരെ മിണ്ടണ്ട. 3-4 കാര്യം. ഒന്നിരിക്കൽ ഇൽമ് കേൾക്കുക, പറയാ. അതേപോലെ തന്നെ പള്ളിയിലൊക്കെ ഇൽമിന് ഏറ്റവും നല്ല സമയവുമാണ് ആ സമയം, സുബഹിന്റെ ശേഷമുള്ള സമയം. ഇൽമിന് ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം സുബഹിന്റെ ശേഷം ഖുർആൻ ക്ലാസ് നടത്തിയ ഇത്തരം പ്രദേശത്ത് ഒരുപാട് ബറക്കത്തുകൾ അതിന്റെ പേരിൽ കണ്ടിട്ടുണ്ട്. ഒരുപാട് ബറക്കത്ത്. ഹബീബാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരു പടക്ക് പോയിട്ട് ഗനീമത്ത് ലഭിച്ചതിനേക്കാൾ വലിയ നേട്ടം അതാണ്. ഒരു പടക്ക് പോയിട്ട് വലിയ ഗനീമത്ത് ലഭിച്ചതിനേക്കാൾ വലിയ നേട്ടം ഖൗമുൻ സല്ലു സുബ്ഹ വറകറുല്ലാഹ ഹത്താ തത്ലുഅ അശംസു ഖാല റസൂലുള്ളാഹി. അപ്പൊ സൂര്യോദയം വരെ 3 കാര്യത്തിൽ ബന്ധപ്പെടുക. അതിപ്പോ നമ്മൾ ഡ്രൈവ് ചെയ്ത് പോവാണെങ്കിലും എന്ത് ചെയ്യാ? ദിക്ർ ചെല്ലാം. മനസ്സിലായില്ലേ? ദിക്ർ ചെല്ലാം, ഖുർആൻ ഓതാം. ഇൽമ്, ദിക്ർ, ഖുർആൻ, ഈ 3 കാര്യത്തിൽ മാത്രം ബന്ധപ്പെടുക. ഹത്താ തത്ലുഅ അശംസു, സൂര്യൻ ഉദിച്ച് അല്പം കഴിഞ്ഞതിന് ശേഷം 2 റക്അത്ത് നമസ്കരിക്കുക. ആ നമസ്കാരത്തിന് സ്വലാത്തുൽ ഇശ്റാഖ് എന്ന് പറയും. അദ്കയിലൊക്കെ ഇശ്റാഖ് നമസ്കാരത്തെ കുറിച്ച് വിശദമായി രേഖപ്പെടുത്തിയിട്ടുമുണ്ട്. ശ്രദ്ധിക്കണം. 2 റക്അത്ത് നിസ്കരിക്കുക. എന്നാൽ തഅദിലു ഉംറതൻ താമതൻ, പൂർണ്ണമായ ഉംറയുടെ കൂലി ലഭിക്കുമെന്ന് ഖാല റസൂലുള്ളാഹി. അല്ലാഹു നാഫിയായ ഇൽമിനെ തരട്ടെ. ഇതാണ് അതിരാവിലെ ചെയ്യേണ്ട പ്രധാനപ്പെട്ട അമൽ. ഞാൻ ചുരുക്കുകയാണ്. ഒരുപാട് വിഷയങ്ങൾ ഈ ഭാഗത്തേക്ക് കയറി പോകാൻ, ഒരുപാട് കാര്യങ്ങൾ പറയാനുള്ളതുമാണ്. മുഅ്മിനീങ്ങളെ, അടുത്തതായി ഒരാൾക്ക് ചെയ്യാനുള്ളത് ഉംറയുടെ താമായ ഉംറാണ്. 3 തവണയാണ് നബി പറഞ്ഞത്. ഇങ്ങനെ ചെയ്യുന്ന ഒരാൾക്ക് ഒരു ദിവസം പൂർണ്ണമായ ഒരു ഉംറാണ്. ഇത് എല്ലാ ദിവസവും ഉംറ. തഅദിൽ ഇത് 3 വട്ടം പറഞ്ഞ തഅദിൽ ഉംറതൻ താമതൻ താമമു, പൂർണ്ണമായ ഒരു ഉംറയുടെ കൂലി കിട്ടും. പൂർണ്ണമായ ഒരു ഉംറയുടെ കൂലി കിട്ടുമെന്ന് ഖാല റസൂലുള്ളാഹി. ഒരു ഉംറയുടെ കൂലി അങ്ങനെ തന്നെ കിട്ടുന്ന പ്രവർത്തനമാണ്. ഞാൻ വിശദീകരിക്കുന്നില്ല. അതുകൊണ്ട് ആ കാര്യം പ്രധാനമായി ശ്രദ്ധിക്കുക.
അതേപോലെ തന്നെ നേരം വെളുത്താൽ യുസ്ബിഹു അലാ കുല്ലി സുലാമാ മിൻ അഹദികും സദഖ, അവയവത്തിന്റെ സന്ദീപന്ധങ്ങൾക്കനുസരിച്ച് സദഖ കൊടുക്കണം എന്ന് പുണ്യ നബി പഠിപ്പിച്ചിട്ടുണ്ട്. ഞങ്ങൾക്ക് എങ്ങനെ കഴിയുമെന്ന് നബിയോട് ചോദിച്ചു. നബി ഞങ്ങൾക്ക് എങ്ങനെ കഴിയാം? അപ്പോൾ പറഞ്ഞു ഫകുല്ലു തസ്ബീഹത്തിൻ സദഖ വകുല്ലു തഹ്മീദത്തിൻ സദഖ വകുല്ലു തക്ബീറത്തിൻ സദഖ വഅംറുൻ ബിൽ മഅറൂഫി സദഖ വനഹ്യുൻ അനിൽ മുൻകരി സദഖ ഖാല റസൂലുള്ളാഹി. ഇതെല്ലാം കൂടെ ഒരാൾക്ക് കഴിഞ്ഞിട്ടില്ലെങ്കിൽ യജ്മഉഹാ ബിസ്വലാത്തിൽ ളുഹാ, ളുഹ നമസ്കരിക്കുക. ളുഹ നമസ്കരിക്കുക സൂര്യൻ ഉദിച്ചുയർന്ന ഒരല്പം കഴിഞ്ഞതിന് ശേഷം, ഇശ്റാഖല്ല പിന്നെയും കൂടി കുറച്ച് കഴിഞ്ഞതിന് ശേഷം ഏകദേശം ഒരു 8 മണിയൊക്കെ, ഇന്നത്തെ സാഹചര്യം 6-6:30 ഒരുക്കുകയാണെങ്കിൽ 8 മണി മുതൽ 8 മണിയോട് മുതൽ അതിന്റെ സമയം ആരംഭിക്കും. പിന്നെ അങ്ങോട്ട് ഇശ്റാഖ് ളുഹ നമസ്കരിക്കുക. സവാല് വരെ, ഉച്ചവരെ ളുഹ നമസ്കരിക്കാവുന്നതാകുന്നു. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വളരെ തിരക്കുള്ള ദിവസമായ മക്ക ഫതഹിന്റെ ദിവസം പോലും ഹബീബായ റസൂലുള്ളാഹി ളുഹ നമസ്കരിച്ചിട്ടുണ്ട് എന്ന ഹദീസിൽ കാണാം. മുഅ്മിനീങ്ങളെ ചിന്തിക്കണം. എല്ലാം കഴിഞ്ഞ ശേഷം ഇനി അയാൾ മഈശത്ത് തേടി പുറപ്പെടേണ്ടതാകുന്നു. പകല് ഇനിയുള്ള പരിപാടി എന്താണ്? മഈശത്ത്. അല്ലാഹു തആല വജഅൽന നഹാറ മആശ, പകൽ അല്ലാഹു പടച്ചത് മഈശത്ത് തേടാനാകുന്നു. മഈശത്ത് അന്വേഷിച്ച് പുറപ്പെടൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സുന്നത്താണ്. അതായത് അയാളുടെ ജീവിത മാർഗത്തെ തേടി അയാൾ ഇറങ്ങുക. ഈ ദിക്ർ പോലെ നിങ്ങൾ ശ്രദ്ധിക്കണില്ലേ? ശ്രദ്ധിക്കണം. ദിക്ർ പോലെ ശ്രദ്ധിക്കണം കേട്ടോ. നിങ്ങൾ വിചാരിക്കുന്നുണ്ട് ഈ സുന്നത്ത് നിസ്കാരത്തിന് മാത്രമാണ് കൂലി. അതുപോലെ കൂലി കിട്ടുന്ന അമലാണ് എന്ത്? ഇതൊക്കെ പാലിച്ച ഒരാൾ എന്തിനു പോവുക? മഈശത്ത്. അല്ലാതെ ഈ പരിപാടിയൊന്നുമില്ല നേരം വെളുത്ത മഈശത്തിനോ, അങ്ങനെയല്ല. ഇതൊക്കെ പാലിക്കുന്ന ഒരാൾ മഈശത്ത് തേടിയാൽ മഈശത്ത് തേടൽ വളരെ ഖൈറായ അമലാണ്. ശ്രദ്ധിക്കുക. അല്ലാഹു തആല വജഅൽനാ ലക്കും ഫീഹാ മആയിശ ഖലീലൻ മാ തശ്കുറൂൻ, സൂറത്തുൽ അഅറാഫിൽ അല്ലാഹു പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു തആല നിങ്ങൾക്ക് മഈശത്തിന്റെ മാർഗങ്ങൾ നൽകിയിരിക്കുന്നു. കേട്ടോളൂ. ഹബീബ റസൂൽ പഠിപ്പിച്ചു സല്ലല്ലാഹു അലൈഹി വസല്ലം, മിനദ്ദുനൂബി ദുനൂബുൻ ലാ യുകഫിറുഹാ ഇല്ലൽ ഹമ്മു ഫീ ത്വലബിൽ മഈശ ഖാല റസൂലുള്ളാഹി. ഹബീബ നബി പറയാ, മിനദ്ദുനൂബി ദുനൂബൻ, ദോഷങ്ങളിൽ ചില ദോഷങ്ങളുണ്ട്, ലാ യുകഫിറുഹാ, അതിനെ പരിഹാരമാവുകയില്ല, അതിനെ പൊറുപ്പിക്കുകയില്ല, ഇല്ലൽ ഹമ്മു ഫീ ത്വലബിൽ മഈശ, മഈശത്ത് ജീവിത വൃത്തിക്ക് വേണ്ടി ഒരാൾ തേടിപ്പോയ തേട്ടമല്ലാതെ ഒരാൾ ജീവിതത്തിന്റെ തൊഴിലിന് വേണ്ടി പോയാൽ അതുകൊണ്ട് അയാളുടെ ദോഷങ്ങൾ പുറത്തു പോകുമെന്ന് ഖാല റസൂലുള്ളാഹി. നോക്കൂ, നിങ്ങൾ ശ്രദ്ധിക്കണം. ഈ ഹദീസ് ബഹുമാനപ്പെട്ട ഇമാം ഗസാലി തങ്ങൾ യഹ്യയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. വേറെയും ഹദീസ് കാണാം.